ഗൈസ്, ഡേ 2. ഞങ്ങളിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിക്ക് പോവാൻ നിൽക്കുക. ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ഇവിടുന്ന് നടന്നിട്ടാണ് പോണേ. ഇപ്പൊ സമയം 6:30 അല്ല 7 മണിയായി. 7 മണിയായി. ഞങ്ങൾ നടന്ന് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് വരെ പോവാണ്. അവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അയാളുണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാവേ. പറഞ്ഞോളൂ, മടിക്കാതെ. അത് ഇത് കൂടെ പറയാൻ പറ്റില്ല. ഹായ്, നല്ല രസം കേട്ടോ. നല്ല കളേഴ്സ് എല്ലാവരും. വൗ ഗൈസ്, ഇത് തീരുന്നില്ല, വയ്യാണ്ടായി തുടങ്ങി. എന്ത് രസം, ആൾക്കാർ നോക്കിയിരിക്കുന്നത് കണ്ടോ. എന്ത് രസം. എന്തുട്ട് നിങ്ങൾ എണ്ണണേ? എന്ത് ഓക്കെ, കുന്നിൻ്റെ ഇംഗ്ലീഷ് എന്ത്? ഓക്കെ, കമന്റ് ബിലോ. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഗ്ലാസ് ബ്രിഡ്ജ് പരിപാടിയുടെ അവിടെ എത്തി. ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് 250 രൂപ കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ കുറേ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തോ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂമിക്കാ കഥകൾ. ഇത് കണ്ടോ, സിപ്പ് സൈക്ലിംഗ് ചെയ്യാം. ഇവിടെ എന്തോ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ കുട്ടി രാവിലെ തൊട്ട് മോഡയാട്ടോ, തല്ലൂടി നടക്കുക, പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഇവിടെ എന്തോ ഉണ്ട്, പട്ടാളം പോലത്തെ എന്തോ പരിപാടി. അവിടെ നിന്ന് അങ്ങോട്ട് എന്തോ ഉണ്ട്, കൊള്ളാം. അയ്യോ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ട. ഇതൊക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ. ഇതൊക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജാണ് ആദ്യം കയറാൻ പോണത്. അത് കാണിച്ചു തരാം. മോനെ, ഗ്ലാസ് ബ്രിഡ്ജ്. എൻ്റെ പൊന്നോ, ചെരുപ്പൂരി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും കാണാനില്ലേ? നല്ല രസമുണ്ട്. പേടി ഏതോ ഒടിഞ്ഞു പൊളിഞ്ഞ് വീഴോ പണ്ടാരം. ഇതെന്താ ബെൽറ്റ് ഒന്നുമില്ലേ? ഗൈസ്, ഇവിടെ 2 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ ഫോട്ടോ എടുക്കാൻ. അതെ, അയാൾ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു പോലെയാവും. അയ്യോ ഗൈസ്, എക്സൈറ്റഡ് ആണോ? പേടി തോന്നുന്നുണ്ടോ? ടെൻഷൻ സൈലാക്കും മൊത്തം. അതെ, യോ ഇടി ഇതിൽ നോക്കിയ നീ. എന്ത് രസം, നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ഒന്ന് ആസ്വദിക്കട്ടെ. ഈ ക്യാമറയുടെ കണ്ണുകളിലൂടെ കണ്ട് ശരിയായില്ല. ഞാനൊക്കെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് താഴെ നോക്കിക്കാളതാ നമ്മള്. ഇത്രയും കുറച്ച് ദൂരമുള്ളൂ ഇത് നടക്കാൻ. പക്ഷെ നല്ല രസമുണ്ട്. ഗൈസ്, ഇനി ഞങ്ങൾ ഷൂട്ടിങ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആകെ ഒരു 2 മിനിറ്റ് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ സമ്മതിക്കുള്ളൂ. ഓടി പെടഞ്ഞൊരു ഫോട്ടോ എടുത്ത് അപ്പോഴേക്കും ഇറങ്ങി ഓടി. ആ ഗ്ലാസ്സാണ് മര്യാദയ്ക്ക് ഏത് കമ്പനിയാണെന്ന് പോലും നോക്കാൻ പറ്റും. ഓടി പെടഞ്ഞു. ഇനി ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോവാണ്. ഗൈസ്, എന്നെ ഇവിടെ വന്നിട്ടുള്ളൊരു ടൂറിസ്റ്റ് കണ്ടുണ്ട് അത്രേ. നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ വളർന്നിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിലൂടെയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ടുള്ളത്. ഇതാണ് സംഭവം. എന്തൊരു ക്ലാരിറ്റി. 10 വീണില്ലെങ്കിലോ ഇന്ന് വിടങ്ങട് ഫെയിൽഡ്. ഇവിടെ വേറൊരു ആക്ടിവിറ്റി ഉണ്ട്, ഷൂട്ടിംഗ്.
കാണിക്കോ നേരത്തെ ഇത് ഇവളുടെ കൊണ്ടുട്ടോ എഡിറ്റിംഗ് നല്ല നേരത്തെ ശരിക്കും കൊണ്ടു ഇനിയിപ്പോ അത് കൊള്ളുണ്ടാവില്ല ആ അത് കാട്ടിക്ക് ഗൈസ്. ഇനി ഞങ്ങൾ ഹൊറിസോണ്ടൽ ലാഡറിലേക്കാണ് കയറാൻ പോകുന്നത്. സബ്രി പറഞ്ഞിട്ടാണ് ഹൊറിസോണ്ടൽ ലാൻഡർ അല്ലല്ലോ ലാഡർ ഹൊറിസോണ്ടൽ. ഓ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചത് അത് സൂപ്പറായിരിക്കില്ലേ ഗൈസ്. ഞങ്ങൾക്ക് ഇവിടെ ബെൽറ്റ് ഒക്കെ ഉണ്ട്, അത്ര പ്രശ്നം. ബെൽറ്റ് ഇട്ടിട്ട് ഇതുമ്മക്കോടെ നടന്ന് തിരിച്ചാ അതുമ്പോ നിങ്ങടെ വരണ അതോ അവിടെ നിന്ന് വേറെ വല്ല പരിപാടി ഇല്ലല്ലേ? ഷോ ടെൻഷനാവണ്ട ഗൈസ്. അടുത്തത് ഈ സംഭവമാണ്, സ്വിംഗ് ആണ്. ഇല്ല ഞാൻ വ്ളോഗിങ് ലാസ്റ്റ്. എന്താ ടെൻഷനാണോ? വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം. ടെൻഷനാണോ? ക്രീപ്പ് ഇല്ല ടെൻഷനാണോ? എനിക്കവിടെ ടെൻഷൻ. നല്ല പേടി. എനിക്കൊരു എക്സ്പ്രഷൻ കാണണം. എന്റെ മാതാവേ നമ്മ ഗൈസ് ഈ ഊഞ്ഞാല് ജീവൻ പോയി. ഭയങ്കര നല്ല കിളി പോയി. ഒരൊറ്റ വിടല്. എങ്ങനെയുണ്ടായിരുന്നു സാധനം സജി? കുഴപ്പമില്ല. ഫസ്റ്റ് ഒന്ന് പേടിക്കും നമ്മള്. ഫസ്റ്റത്തിൽ ഞാനൊക്കെ പേടിച്ച് പണ്ടാരടങ്ങി. സെക്കൻഡ് റൗണ്ടൊക്കെ ആകുമ്പോ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടൊക്കെ ആകുമ്പോ പിന്നെ ഇങ്ങനെ ഊഞ്ഞാല് വലിയൊരു ഊഞ്ഞാല്. പക്ഷെ എന്നാലും നല്ല മോളിക്ക് പൊക്കിയിട്ടത് വിടണം. നല്ല പേടിയായി. ഇതിപ്പോ എടി നമ്മള് ഇതിപ്പോ അടുത്തത് നമ്മള് വ്യൂ പോയിന്റിന് വന്നിരിക്കുകയാണ്. വ്യൂ പോയിന്റ് വന്നിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് നോക്കട്ടെ അവിടെ എന്താ സംഭവം. ഇത് എന്തോ വേറൊരു ആക്ടിവിറ്റി കാണാനുണ്ട്. മതി തിരിച്ചു വന്നോ? അയ്യോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനല്ല വെറുതെ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 2 പട്ടികൾ ഞങ്ങളുടെ കൂടെ കൂടിയുണ്ട് ശല്യം. അവർ ഞങ്ങളുടെ ഗാർഡായിട്ട് കൂടെ നടക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവരെ ഒന്ന് നോക്കി കണ്ട് ഞങ്ങൾ വേഗം നടന്നത്. അപ്പം ഉണ്ട് 2 പട്ടി. പിന്നെ അപ്പം ഞങ്ങൾ 3/4 മണിക്കൂർ കൊണ്ട് കയറിയ ഹൈക്കിങ് ഞങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഇപ്പം എത്തും പേടിച്ചിട്ട്. അങ്ങനെയാണ് ഇപ്പം ഞങ്ങളെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ ചുച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നടത്തണ്ട. പറഞ്ഞോ ഞങ്ങള് സ്ട്രീം ഹൈക്കിംഗ് ചെയ്യാൻ പോവാണ്. എന്നുവെച്ചാൽ കുളിക്കാം, വെറുതെ വെള്ളത്തിൽ കുളിക്കാം. ഇത് ഞങ്ങളുടെ റിസോർട്ടിന്റെ ബാക്കിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ കുളിച്ചിട്ട് പോവാൻ പറ്റും. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വന്നതാണ്. ഇവിടേക്ക് ഇറങ്ങാനാ വന്നേ. പക്ഷെ ഇവിടെ ഭയങ്കര ആഴം, എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ മഞ്ഞുമൽ ഗേൾസ് ആവും ഞങ്ങള്. അപ്പൊ ഞങ്ങള് അത് പ്ലാൻ പിന്നെ അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വെറുതെ കളിക്കാമേ. ഇന്നത്തെ ഇവിടെ ഇപ്പൊ അത് ആഴമുണ്ടോ ഇല്ലേന്ന്. സബ്രി പാമ്പിനെ കിട്ടിയാ? ഇവിടെ സോന എന്തുട്ട് സബ്രി ഗൈസ്. ഞങ്ങള് കുളമല്ലോടെയാണ് പറയാ, എന്താ ചുരം അരുവിയിലൊക്കെ ഇറങ്ങി ഞങ്ങള് എൻജോയ് ചെയ്തു. എന്നിട്ട് ഇപ്പം ഞങ്ങൾ കുളിച്ചിട്ട് ഞങ്ങൾ ഇനി വേറെ സ്ഥലങ്ങൾ കാണാൻ പോവാം. ഇതാണ് ഞങ്ങളുടെ ബാക്ക്
ബാക്ക് ഏരിയ. ഇവിടെ ഈ അരുവി കാണാണ്ട, ഇന്നലെ കാണിച്ചില്ലേ, ആ അരുവിയിലാണ് ഞങ്ങൾ പോയി കുളിച്ചത്. നല്ല സംഭവമാണ്. ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് കാണിച്ചത്. ഓക്കെ ബൈ. സുൽത്താൻ ബത്തേരിക്ക് പോവാണ്. കുറച്ച് ഫേമസ് ഫുഡ് സ്പോട്ട്. അവിടെ എന്തോ ക്ലീനസ്റ്റ് ഒക്കെയാന്ന് പറയണേ. ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്നാണ് അഷിയ പറയണത്. അതൊന്ന് നോക്കിയിട്ടുള്ളൂ കാര്യം. അപ്പൊ ഷംറിനാണ് നമ്മുടെ ഫ്രണ്ടാണ്. ഷംറിൻ ഞങ്ങളുടെ ഒരു സെലിബ്രിറ്റി ആണ്. ഞങ്ങളുടെ വ്ലോഗിലിടാൻ യൂട്യൂബ് ചാനലാണ് ഞങ്ങളുടെയൊക്കെ. ഡിക്കൊക്കെ ഉള്ള വണ്ടി കേട്ടോ. വെച്ചുണ്ടടി കുച്ചുണ്ടടി പച്ചുണ്ടടി. എങ്ങനെയുണ്ട് ഏതത് മീനച്ചാർ. ഗൈസ്, അങ്ങനെ സ്വാദിഷ്ടമായ ചട്ടിച്ചോറും ഭക്ഷണവും കഴിഞ്ഞ് സൂപ്പർ ചട്ടിച്ചോറ് അത് ശരി, അത് ശരി. ജൂബിലി മിഷൻ എന്നല്ലടാ, ജൂബിലി റെസ്റ്റോറന്റ് ബത്തേരി, വയനാട്ടില്. പിന്നെ ഞങ്ങൾ അവിടുത്തെ പൊറോട്ട കഴിച്ചു. അടിപൊളി ക്രിസ്പി എന്ന് വെച്ചാൽ കൈമുറിയോ അത്ര, അങ്ങനത്തെ ക്രിസ്പി ചോര. പിന്നെ അത് കറിയിൽ കൂട്ടിയിളക്കി അങ്ങനെ. സൂപ്പറായി. ശരിക്കും നല്ല കറികളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കൃഷ്ണജിത്തിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാംഗ്ലൂരുള്ള ആളാണ്. അതെ, റോഡ് നോക്കി നീ കണ്ടുപിടിച്ചു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു വലിയൊരു ഫേമസ് പള്ളി. ആ പള്ളിയുടെ പേരറിയോ? ബത്തേരി പള്ളി ഞങ്ങൾ പേരിട്ടു. അപ്പൊ ആ പള്ളിക്ക് പോവും. അത് കഴിഞ്ഞ് ഈ സഖാവിന്റെ വീട്ടിലേക്ക് പോവും. അങ്ങനെ വീട്ടില് മുത്തശ്ശിയുണ്ട്, തങ്ങൾക്കുള്ള ചായ എല്ലാം അച്ചമ്മ, അങ്ങനെ അങ്ങനത്തെ പരിപാടികളിലൊക്കെയാണ് ഇപ്പൊ വയനാട്. നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് കൊണ്ട് അത് ഷോ ഇവിടുന്ന് ഫുള്ള് കാണാനില്ല, സൈഡിൽ നിന്നും കൂടെ കാണിക്കണം. ഇപ്പൊ ഒരു പള്ളിക്കാണ് ഇവിടെ ബത്തേരിയത്തെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ പറഞ്ഞത്. ഇതിന്റെ സൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇവിടൊക്കെ അലൗഡ് അല്ലേ? കണ്ടോ ഗൈസ്, വലിയൊരു പ്രത്യേക മോഡലൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാനില്ല. ഫുള്ളായിട്ട് കാണില്ല കാരണം കുറേ ഉണ്ട്. ഇത് ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കയറി നോക്കട്ടെ. പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി, കുഴപ്പമില്ല, നല്ലൊരു പള്ളിയാണ്. പള്ളിയുടെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാണാൻ, ബെഞ്ച് പോലും ഇല്ല. പക്ഷെ പള്ളിയുടെ പുറത്തേക്ക് നോക്ക്. ഹായ്, മതി ഓവറായി ഇത് കഴിഞ്ഞില്ല. കൃഷ്ണജിത്തിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. കൃഷ്ണജിത്തിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങള് കോഴിക്കോട്ടേക്ക് പോവാണ്. ഹാപ്പി അല്ലേ ഗൈസ്? മന്തി ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണ്. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രിപ്പ് ഇന്നത്തോടെ തീരാ.